സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. ഗ്രാമിന് 1275 രൂപയാണ് കൂടിയത്. പവൻ ഒറ്റയടിക്ക് കൂടിയത് 10,200 രൂപയും. സംസ്ഥാനത്തെ സ്വർണ്ണവില വമ്പൻ കുതിപ്പിൽ. ഒറ്റയടിക്ക് ഗ്രാമിന് 1275 രൂപയാണ് കൂടിയത്. പവനാകട്ടെ വർദ്ധിച്ചതോ 10,200 രൂപയും. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 1,23,120 രൂപയായി വിപണി വില. ഗ്രാമിനാകട്ടെ 15,390 രൂപയും. ഇത്രയും വലിയൊരു കുതിപ്പ് ഇതാദ്യമായിട്ടാണ്. സ്വർണത്തിന്റെ ഇറക്കുമതി നികുതി ഉയർത്തിയ കേന്ദ്ര സർക്കാർ നടപടിയാണ് ഈ വലിയ മാറ്റത്തിന് കാരണം. സ്വർണത്തിന്റെ ഇറക്കുമതി നികുതി ഇതുവരെ 6%. 5% ചുങ്കവും 1% സെസ്സും ഇനി മുതൽ നികുതി 10% ഉയർത്തി. മൊത്തം 15% നികുതി ഉയർന്നിരിക്കുന്നത്. ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിൽ സ്വർണ്ണവിലയിൽ 9% വർധനവിന് കാരണമായത്. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. ദീർഘകാലമായി നിലനിൽക്കുന്ന പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ ഭാഗമായാണ് ചില ചെലവ് ചുരുക്കൽ നടപടികൾ പാലിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടത്. ആഗോള പ്രതിസന്ധി സമയത്ത് രാജ്യത്ത് സ്വർണ്ണ ഇറക്കുമതി ചെയ്യുന്നത് രാജ്യത്തിന്റെ വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ അധിക സമ്മർദ്ദം ചെലുത്തുമെന്നാണ് മോദി പറയുന്നത്. ഇതിനാലാണ് കേന്ദ്രം ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചത്. സ്വർണത്തിനൊപ്പം തന്നെ വെള്ളിയുടെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് ഭാഗികമായി അടച്ചതോടെ ആഗോള ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ ക്രൂഡ് ഓയിലിന് $174.9 ബില്യൺ ചെലവഴിച്ചു. മൊത്തം ഇറക്കുമതിയുടെ 22% വരും ഇത്. ഇനി ഈ വില ഉയർന്നു നിൽക്കുകയോ കൂടുകയോ ചെയ്താൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. രൂപ ഇതിനകം ഡോളറിനെതിരെ ഏതാണ്ട് സർവകാല താഴ്ചയോടെ അടുത്തു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഡോളർ ചോർച്ച തടയുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.